ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1191 ആണ്ട് കുംഭമാസം 6-ാം തീയതി, അതായത് 2016 ഫെബ്രുവരി മാസം 19-ാം തീയതി. ഇന്ന് വെള്ളിയാഴ്ചയാണ്, പുണർദമാണ് നക്ഷത്രം. അതേപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള, നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ നമ്മുടെ ഡോക്ടർ കുടമാളൂർ ശർമാജി അദ്ദേഹമാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ശ്രീ കുടമാളൂർ ശർമാജി, പാലക്കാട് നിന്നും വിനോദ് എഴുതുന്നു. ഞാൻ പല ബിസിനസ്സുകളും മാറി മാറി ചെയ്തു, എല്ലാം പരാജയപ്പെട്ടു, വലിയ കടബാധ്യതയും ഉണ്ടായി. ഇപ്പോൾ ഹോട്ടൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് അനുകൂലമായ സമയമാണോ? വിജയിക്കുമോ? അതോ വിദേശത്ത് പോകാൻ നോക്കുന്നതായിരിക്കുമോ നല്ലത്? നക്ഷത്രവും ഡേറ്റ് ഓഫ് ബർത്തും താഴെ ചേർക്കുന്നു. സാധാരണ കഴിവതും ഒരു മാസത്തിൽ ഒരു 3-4 എപ്പിസോഡുകളിൽ പറയുന്നതാണ് കാളസർപ്പം എന്ന് പറയുന്ന യോഗം. കാളസർപ്പം യോഗമുള്ളവർ സ്വാഭാവികപരമായിട്ട് 40 വയസ്സിന് ശേഷം അറ്റ്ലീസ്റ്റ് 37 വയസ്സ് വരെ പലതരത്തിൽ ബിസിനസ്സുകളും എല്ലാം ചെയ്ത് സാമ്പത്തികമെല്ലാം മുടക്കി വസ്തുക്കളുമൊക്കെ വിറ്റ് തൊലച്ച് സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ പേരുദോഷങ്ങളൊക്കെ ആയി അങ്ങനെ ഒരു ഗുരുത്വമില്ലാത്തവനായി ഒക്കെ വളർന്നു വന്നതിന് ശേഷം 40 മുതൽ ജനസമ്മതനായിട്ടും അല്ലെങ്കിൽ കച്ചവട അഭിവൃദ്ധിയും ധനാഢ്യനായിട്ടും അനവധി ഭൂസ്വത്തുക്കളുടെ ഉടമയായിട്ടും അവരാൽ മുൻകാലത്തെ ഈ ദോഷഫലങ്ങളൊന്നും വകവെക്കാതെ അതാത് കാലത്തെ പുത്തൻ പണക്കാരുടെ ലിസ്റ്റിൽ പെടുകയും അഭിവൃദ്ധിപ്പെടുകയും ഒക്കെ ചെയ്യുന്ന നാട്ടുരാജാക്കന്മാരായിത്തീരുന്ന ആളുകളും ഈ കാളസർപ്പത്തിൽപ്പെടുന്നതാണ്. അത്തരം യോഗകാരകന്മാരായി വൃശ്ചികത്തിൽ രാഹുവും, വൃശ്ചികം ധനുവും, മകരം കുംഭം മീനം മേടം, ഇടവത്തിൽ കേതുവും നിൽക്കുന്ന കാളസർപ്പമാണ്. അത്തരം കാളസർപ്പക്കാർക്ക് 40 മുതൽ അതീവ ഭാഗ്യവും ഉണ്ടാവും. അവർ ജനസമ്മതന്മാരായി തീരുകയും ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ സംഘത്തിൻ്റെയോ പുരത്തിൻ്റെയോ ഗ്രാമത്തിൻ്റെയോ തലപ്പത്ത് എത്തിച്ചേരുകയും ആദ്യം ചിലപ്പോൾ കരയോഗത്തിൻ്റെയോ പഞ്ചായത്തിൻ്റെയൊക്കെ ഒരു മെമ്പർ പോലെയൊക്കെ കയറും. പെട്ടെന്ന് തന്നെ അവർ അഭിവൃദ്ധിപ്പെട്ട് കൂടുതൽ വലിയ രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കും. അതുപോലെ തന്നെ പല ബിസിനസ്സുകൾ അവരുടെ ശൃംഖലകൾ ചെയ്യും. അതിൻ്റെ എല്ലാ ലാഭങ്ങൾ ഒന്നും അറിയാതെ ഒഴുകി വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവർ അന്തർദേശീയമായിട്ടുള്ള ബിസിനസ്സിലേക്ക് അവർക്ക് കൈകടക്കും. പല കണക്കും കാര്യങ്ങളും എല്ലാം കണക്കില്ലാതെ പലരും സമ്പന്നന്മാർ ഇവരെ വിശ്വസിച്ച് ഏൽപ്പിക്കും. അങ്ങനെ അതുവഴി ഇവർ ഏതെങ്കിലും തരത്തിൽ അഭിവൃദ്ധിപ്പെട്ടു പോകും. അത്തരം കാളസർപ്പമാണ് ഇദ്ദേഹത്തിൻ്റെ. അതായത് വൃശ്ചികത്തിൽ സർപ്പവും ഇടവത്തിൽ കേതുവും നിൽക്കുന്ന കാളസർപ്പം. അപ്പം ഏതു തരത്തിലാണെങ്കിലും യോഗമുള്ളവനാണെങ്കിൽ അത് തേടി വരും. അപ്പോൾ ഇത്തരം കാളസർപ്പക്കാർ 37-നും 40-നും മധ്യേ തങ്ങളുടെ മഹാഭാഗ്യകാലം ഉദിപ്പതും 37 മുതൽ 40 വരെയും 40-ന് ശേഷവും ആജന്മം ഭാഗ്യാനുഭവങ്ങളും അനവധി വസ്തുക്കൾ സമ്പാദിച്ചിടും ധനവും വേട്ടിടും ധനം വേട്ടുക എന്നുള്ള ധനം സമ്പാദിക്കുക ഉണ്ടാവും. സൽപ്പേര് നിലനിർത്തി വരും, സൽപ്പേരുണ്ടാക്കി കൊണ്ടുവരും. അപ്പം അതുവരെ ദുഷ്പേരുണ്ടാവും എന്നൊരു ഇതുണ്ട് സമൂഹത്തിൽ. പേരുദോഷവും ഒരു ഗുണമില്ലാത്തവൻ, അല്ല ഐശ്വര്യം ഇല്ലാത്തവൻ, അല്ല കണി കാണാൻ കൊള്ളുകയില്ലാത്തവൻ, എല്ലാം നശിപ്പിക്കുന്നവൻ എന്നൊരു പേരൊക്കെ കിട്ടിയതിന് ശേഷമേ നന്നാവുള്ളൂ. ഇതോടൊപ്പം അനവധി സമ്പത്തിൻ്റെ ഉടമയായിട്ട് തീരുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹം ബിസിനസ്സാണ്. നന്നാവാനും നശിക്കാനും ഹോട്ടൽ ബിസിനസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നാവും. ഇദ്ദേഹം വിദേശത്തും ബിസിനസ് ചെയ്യും. അങ്ങനെ പെട്ടെന്ന് അഭിവൃദ്ധിപ്പെടാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു താൽക്കാലികപരമായ ഇതും ഒരു വ്യാജത്തിന് അല്പം മങ്ങൽ നിൽക്കുന്ന ഒരു ജാതകമാണ്. ആയുഷ്കാലം വ്യാഴാഴ്ച തോറും ഉപവസിച്ച് കഴിവതും ഇളം മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും സ്ഥിരമായി മഞ്ഞപ്പുഷ്പരാഗരത്നം ധരിച്ചു വരികയും അതുപോലെ തന്നെ വിഷ്ണു ഭജനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത് ഇദ്ദേഹം വ്യാജപ്രീതികരങ്ങളായ കർമാനുഷ്ഠാനങ്ങൾ ചെയ്ത് ആയുഷ്കാലം വ്യാജപുഷ്ടി വരുത്തിക്കൊണ്ടിരിക്കുക. 37 മുതൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 40 മുതൽ അതീവ ഭാഗ്യകരമായി ആയുഷ്കാലം തലമുറകൾക്ക് വേണ്ട സമ്പാദ്യാദികളുമൊക്കെ ഇതിനകത്ത് വിദ്യാഭ്യാസമൊന്നും നോക്കണം. അങ്ങനെയുള്ളവർ തന്നെത്താനെയൊക്കെ നന്നായി വന്നോളും. യോഗമുള്ളവന് തേടിയെത്തും എന്ന് പറഞ്ഞ മാതിരിയുള്ള ഫലങ്ങളാണ് കാണുന്നത്. ഈ കാളസർപ്പം 37-40 വരെ എല്ലാം നശിപ്പിച്ച് സുനാമി വന്ന് കളഞ്ഞതിന് ശേഷം പിന്നീട് ഒന്നേ എന്ന് ഉണ്ടാക്കുന്ന യോഗമാണ് ഇതിനകത്തുള്ളത്. പുരുഷസൂക്തം ചെയ്യുന്നത് നന്നായിരിക്കും. പേരും നക്ഷത്രവും ചേർത്ത് 8 ദിവസം
സ്വസ്തിക പത്മമോ ബൃഹസ്പതി പുഷ്പമോ വ്യാജപത്മമോ ഇട്ടതിന് ശേഷം ജലഗന്ധ പുഷ്പധൂപജലാന്തം. ഓം തച്ഛം യോ രാഹിണീമഹേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപതയേ ദേവീ സ്വസ്തിരസ്തു നഃ സ്വസ്തിർ മാനുഷേഭ്യഃ ഊർധ്വം ജിഗാതു ഭേഷജം ശംനോ അസ്ത്യുദ്ധിപതേ ശം ചതുഷ്പദേ. സഹസ്രശീർഷാ പുരുഷഃ സഹസ്രാക്ഷ സഹസ്രപാൽ സ ഭൂമിം വിശ്വതോ വൃത്വത്യതിഷ്ഠദ്ദശാങ്കുലം. പുരുഷ യേ വേദം സർവമെത്ഭൂതമെച്ച ഭവ്യം ഉദാമൃതത്വശേഷാനോ യതന്മേ ആദിരോഹതി. ഏതാവാൻ അസ്യ മഹിമ ധ്യായേശ്ച പൂരുഷ പാദോസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ത്രിപാദൂർധ്വ ഉദയൽപുരുഷ പാദോസ്യേഹാഭവത് പുനഃ തതോ വിശ്വജ്ഞകാമൽ ശാസനാനശനേയഭി. വിസ്താരഭയത്താൽ 10-45 മിനിറ്റെങ്കിലും എടുക്കുന്നതാണ്. അതും അതിൻ്റെ മീനിങ് ഉൾപ്പെടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ 2-3 എപ്പിസോഡുകളിൽ 3-4 എപ്പിസോഡുകളിൽ ഇതൊന്ന് ചൊല്ലിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഈ പുരുഷ സൂക്തങ്ങളും ഒക്കെ ചൊല്ലി അത് ഇദ്ദേഹത്തിൻ്റെ വ്യാഴപ്രീതി വരുത്തി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ രീതിയിലുള്ള കാളസർപ്പത്തിൻ്റെ കാഠിന്യങ്ങളെല്ലാം 37 മുതൽ മാറി അതീവ ഭാഗ്യവാനായി തീരും. പിന്നെ കഴിവതും ഈ കാളസർപ്പക്കാർ സ്വന്തം പേരിൽ സ്വന്തം ഡിപ്പോസിറ്റ് ചെയ്യുകയോ സ്വന്തം ഭവനത്തിൽ വെക്കുകയോ അല്ലെ സ്വന്തമായിട്ട് സമ്പാദിക്കാതെയോ ഭാര്യയുടെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ ഗ്രഹനിലകളുള്ള മക്കളുടെയൊക്കെ പേരിൽ സമ്പാദ്യാദികൾ ചെയ്തു വരുന്നത് നന്നായിരിക്കും. അങ്ങനെയാണ് കാളസർപ്പക്കാർക്ക് കൂടുതലും ഫലം. സ്വന്തം പേരിലൊന്നും കാണത്തില്ല. വലിയ വലിയ കോടീശ്വരന്മാരുടെ പേരിലൊന്നും കാണുകയില്ല. അവരുടെ ആ ഉറ്റവർക്കും പൊടിയവരുടെയും പേരിലായിരിക്കും. അവരുടെ പേരിലൊന്നുമില്ല, സത്യവുമായിരിക്കും. അങ്ങനെയും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ ഈ ജാതകം വളരെ നന്നായിരിക്കും. ഈ പറഞ്ഞ വ്യാഴപ്രീതിയൊക്കെ ചെയ്ത് ധനാഠ്യനാകുക, സുഖമായിരിക്കുക. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ശ്രീ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ മറക്കാതിരിക്കുക, വിളിക്കുമ്പോൾ ബിസി ടോണാണ് കേൾക്കുന്നതെങ്കിൽ അല്പനേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും ട്രൈ ചെയ്യുക. തീർച്ചയായും ലൈനിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം